ഹായ് ഓൾ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ 2025 ആയി. അപ്പോൾ നമ്മുടെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 നല്ല അടിപൊളി ഒരു വർഷമായിരുന്നു. ഒരുപാട് 100 കോടി പടങ്ങൾ, നല്ല അടിപൊളി പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന പടങ്ങളും അതോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻ അത്രയും വരാത്ത കുറേ മലയാള സിനിമകൾ ഇറങ്ങി. പക്ഷേ ഇപ്പോൾ 2025 നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനുള്ള മൂവീസ് വെയിറ്റിംഗ് ആണ് റിലീസിങ്ങിനായിട്ട്. ലാലേട്ടൻ്റെ പടമുണ്ട്, മമ്മൂക്കയുടെ പടമുണ്ട്, പൃഥ്വിരാജിൻ്റെ പടമുണ്ട്, ഫഹദിൻ്റെ പടമുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ 2025 വെയിറ്റിംഗ് ആണ്. അപ്പോൾ 2025 ഫസ്റ്റ് മൂവി January 2 ഇനി നമ്മുടെ ടോവിനോടെ ഐഡന്റിറ്റി ഇറങ്ങി. അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറൻസിക്കിന്റെ സെയിം റൈറ്റർ ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള അഖിൽ പോളും അനസ് ഖാനും കൂടി ചേർന്നിട്ട് വീണ്ടും റൈറ്റിങ്ങും ഡയറക്ഷനും കൂടി ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ പടമാണ് ഐഡന്റിറ്റി. അപ്പോൾ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഭയങ്കര ഒരു അവർ മുമ്പത്തോടെ ഫോറൻസിക് പോലെ അല്ലായിരുന്നു, കുറച്ചും കൂടി ബിഗ് ബജറ്റ് ആയിട്ട് കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള സ്കെയിൽ എടുത്തേക്കുന്ന ഒരു കിഡിലൻ ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ട് തന്നെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. ആ ഒറ്റ വിശ്വാസത്തിലാണ് പടത്തിന്റെ ആദ്യ ദിവസം തന്നെ ഞാൻ പടം കാണാൻ പോയത്. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കൊള്ളാം, ഫോറൻസിനേക്കാളും മികച്ചൊരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് ഐഡന്റിറ്റി ഫീൽ ചെയ്തത്. പക്ഷേ ഒരു കിഡിലൻ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മൂവി, അല്ലെങ്കിൽ എല്ലാവരും പോയി കാണണം അങ്ങനെ ഒരു മൂവി ആയിട്ടൊന്നും റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ ഓക്കേടാ, കൊള്ളാം, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ലീഡ് റോൾ ചെയ്തേക്കുന്നത് നമ്മുടെ ടോവിനാണ് നമ്മൾ ഈ പടം കണ്ടിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. കാരണം പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ആക്ഷൻ ആയിക്കോട്ടെ, ഇതിനകത്ത് കിഡിലൻ ആക്ഷൻസ് ഉണ്ട് കേട്ടോ. ആകെ 2 ആക്ഷൻസ് എന്തോ ഉള്ളു മൂവിയിൽ. ആ 2 ആക്ഷൻസ് നല്ല കിഡിലൻ ആക്ഷൻസ് ആണ്. മലയാള സിനിമയിൽ കാണാത്ത ടൈപ്പാണ്. അതിനകത്തൊരു വുമൺ ആയിട്ടുള്ള ടോവിനോട് ഫൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല കിഡിലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നെ സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഏതൊരു സായിപ്പാണെന്ന് തോന്നുന്നു സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. സായിപ്പിലേക്ക് ഇറക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ചുള്ള ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഒക്കെ കിട്ടുന്ന ടോവിനോടെ ബോഡിയൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പേഴ്സണൽ ഡിസോർഡർ ഉള്ള റോളായിട്ടാണ് ടോവിന് ചെയ്തേക്കുന്നത്. ആ ക്യാരക്ടർ ഒരു റോബോട്ടിക്കിനെ പോലെ ഇങ്ങനെ നടക്കണം. അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട്, നമ്മളൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആ ഒരു ഡിസോർഡർ ആട്ടോ, അത് പുള്ളി കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു റോൾ ചെയ്തിരിക്കുന്നത് ട്രിഷയാണ്. അപ്പോൾ ട്രിഷയുടെ സെക്കൻഡ് മലയാളം മൂവിയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് നിവിൻ പോളിയായിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട്. ട്രിഷയും ഇതിൻ്റെ ഒരു ക്യാരക്ടർ വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുവരെ കണ്ടു മറന്നിട്ടില്ല. അതായത് നമുക്ക് അത്രയ്ക്ക് പുതിയതായിട്ടുള്ളൊരു മുഖമില്ലാത്ത ഒരു റോളായിരുന്നു ട്രിഷയും ആ ഒരു റോള് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ടോവിനോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഞാൻ പറഞ്ഞല്ലോ. തുടക്കം തൊട്ട് അവസാനം വരെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനകത്ത് കുറച്ച് സ്റ്റണ്ട് സീൻസ് ഒക്കെ ഉണ്ട്, പുള്ളിക്കാരിക്കും വരുന്നുണ്ട്. അതൊക്കെ പുള്ളിക്കാരി കിട്ടില്ലാണ്ട് ചെയ്തു. ഒരു കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലൊക്കെ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള ട്രിഷയുടെ റോള് ഉപകാരപ്പെടും എങ്കിൽ ഇതിന്റെ സിനിമാ പ്രവർത്തകർ വിചാരിച്ചു കാണും. അതായിരിക്കും പുള്ളിക്കാരിക്ക് റോൾ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ അത് വില്ലൻ ചെയ്തേക്കുന്നത് നമ്മുടെ വിനയറായി എന്ന് പറഞ്ഞിട്ട് കുറേ പടങ്ങളായിട്ട് പുള്ളി ഇപ്പോൾ വില്ലൻ സൈക്കോ വേഷങ്ങളൊക്കെയാണ് ചെയ്യണത്. നമ്മുടെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് പണ്ട് സൺ മ്യൂസിക്കിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് പുള്ളിയുടെ മറ്റേ സത്യമായിട്ടൊരു പാട്ടുണ്ട്, ഉന്നാലെ ഉന്നാലെ, അതിലൊക്കെ റൊമാൻറ്റിക് ചേർന്ന ചെക്കൻ ഒരു കംബാക്ക് നടത്തിപ്പിക്കുക കട്ട വില്ലൻസ് സൈക്കോയും. ഇതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്, ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളി അടിപൊളിയായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം അർച്ചന കവി തിരിച്ചു വന്നേക്കുന്നതാണ് ടോവിനോടെ സിസ്റ്ററായിട്ട്. പിന്നെ ഷമ്മീത്തിലൊക്കെ ഉണ്ട്. പിന്നെ ടോവിനോടെ മറ്റൊരു സിസ്റ്റർ റോൾ ചെയ്തേക്കുന്നത് നമ്മുടെ തണ്ണീർമത്തലിലൊക്കെ നമ്മുടെ മാത്യു രണ്ടാമത് ലൈൻ അടിക്കുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയാണ്. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഫിലിമിനെ പറ്റിയുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊരു അജു വർഗീസ് ചെയ്ത റോളുണ്ട്, ഒരു സീനിയർ പോലീസ് ഓഫീസറായിട്ടാണ്. അത് പുള്ളിക്ക് എടുത്താൽ പൊങ്ങാത്തൊരു റോളായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ആ പുള്ളിയുടെ ക്യാരക്ടറിൽ മീശയില്ലാത്തൊരു പോലീസ് ഓഫീസറാണ്. അപ്പം ചില സീനുകളിൽ വന്നപ്പോഴേക്കും പുള്ളിക്ക് മീശ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊരു മറ്റേ ഗ്രാഫിക്സ് VFX ഒക്കെ പോലെ സംഭവം ചെയ്തിട്ട് അതിങ്ങനെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വൃത്തിയായി ക്ലോസ് ഒക്കെ കാണിക്കുന്ന സീനിൽ നമുക്ക് പുള്ളിയുടെ ചുണ്ടനൊക്കെ എന്തോ പോലെ ഇരിക്കുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ ഒരു സീറ്റ് എഡ്ജിങ് ത്രില്ലർ അല്ല എങ്കിൽ പോലും ഒരു ത്രില്ലറാണിത്. നമുക്ക് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വില്ലനെയൊക്കെ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു ഒഴുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും നഷ്ടപ്പെട്ട്, കുറച്ച് ലോജിക് മിസ്സിങ്. അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിലെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ചല്ല, അതൊക്കെ ലാഗ് അടിച്ചായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു 48 ഹവറിൻ്റെ സംഭവമൊക്കെ ഉണ്ട്, 40 ഹവേഴ്സ് മുമ്പ് ശേഷം. പക്ഷെ അതിലൊക്കെ ഈ 2 നായകനും വില്ലനൊക്കെ തമ്മിൽ എന്തൊക്കെയും വ്യത്യാസം വന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ മിസ്റ്റേക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ കൊള്ളാവുന്നൊരു ക്ലൈമാക്സ്, എല്ലാം ഓക്കെ. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് നമ്മുടെ അഖിൽ ജോർജ് എന്ന് പറഞ്ഞാൽ 2018 ക്യാമറ വർക്ക് നല്ല കിഡിലിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ
ഒരു ഇന്റർനാഷണൽ ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ക്യാമറ വർക്ക് ഉണ്ടായിരുന്നു. കുറെ കാർ ചേസിങ് സീനൊക്കെ ഉണ്ട്. കാർ ചേസിങ് ഒക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, ആ കാറിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ അത് എടുത്ത് നമ്മളെ മറ്റേ എന്ന് പറഞ്ഞ് കാണിപ്പിക്കുന്ന ചെറിയ കാര്യമില്ല. ഇപ്പോഴത്തെ ഡ്രോണൊക്കെ വെച്ചിട്ട് പിള്ളേർ തന്നെ സംഭവങ്ങൾ ഇറക്കണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തും അതേപോലെ കിട്ടില്ല വിഷ്വൽസ് കാർ ചേസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സംഗീതം ചെയ്തേക്കുന്നത് ജെക്സ് ബിജോയ് ആണ്. അപ്പോൾ പുള്ളിയുടെയും കുറെ സീനുകളിലൊക്കെ പുള്ളിയുടെ മ്യൂസിക് ഒക്കെ നല്ല വേറെ ലെവലിൽ ഒരു ഹൈ മൊമെന്റ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ അഖിൽ പോൾ അനസ്കാൻ. ആ ടീംസ് സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു എബോ ആവറേജ് അനുഭവം കിട്ടിയിരുന്ന എനിക്ക് തോന്നി പടം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും. ആ സെക്കൻഡ് ഹാഫിൽ കുറെ എനിക്ക് ഫ്ലോ ഫീൽ ചെയ്തു. അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2025 തുടങ്ങാനായിട്ട് പറ്റിയൊരു മൂവി. ഒരിക്കലും ഒരു മോശം പടം കണ്ട് 2025 തുടങ്ങേണ്ടി വന്നില്ല എന്നൊരു സന്തോഷം എനിക്കുണ്ട്. ഒരു ഹൈ മൊമെന്റ്സ് അല്ലെങ്കിൽ എബോ ആവറേജ് തോന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സിനിമയിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ അങ്ങനെ മാത്രമുള്ള സീനുകളൊന്നും ഈ പടത്തിൽ കിട്ടില്ല. ഒരു നോർമൽ മൂവി. ടോവിനോട് ഇപ്പോൾ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ല രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈ ബജറ്റ് പടം ചെയ്യുന്നു, പിന്നെ ഒരു സാധാരണ പടം ചെയ്യുന്നു, കുറച്ച് ബ്രേക്ക് എടുക്കുന്നു. അങ്ങനെ ഞാനൊരു പാൻ ഇന്ത്യ സ്റ്റാർ ആണ്, ഞാൻ നല്ല അടിപൊളി എല്ലാം എക്സ്പെക്ട് ചെയ്യുന്ന ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ പൊങ്ങിത്താന്ന് നല്ല രീതിയിൽ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രഭാസൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഒരു വലിയ പടം ചെയ്ത പുള്ളിക്ക് വലിയ ഓഫർ. ആ ലെവലിലൊന്നും ടോവിനെ ഞാൻ പ്രഭാസായിട്ട് കമ്പയർ ചെയ്യണമല്ലോ കേട്ടോ. ടോവിനെ ഇപ്പോൾ എടുക്കുന്ന സ്ക്രിപ്റ്റ് ഡയറക്ഷനൊക്കെ നല്ല അടിപൊളിയാണ്. അത് ഇപ്പം സക്സസ് ആയില്ലെങ്കിൽ പോലും നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതാണ് എൻ്റെ ഐഡന്റിറ്റി മൂവിയുടെ റിവ്യൂ. അപ്പോൾ എനിക്കൊരു ആവറേജ് മൂവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് മോശവും അതുപോലെ തന്നെ നല്ല അടിപൊളിയാണെന്ന് പറയാനില്ല. ഓക്കേടാ, കണ്ടിരിക്കാം, നല്ലൊരു പടം, നല്ലൊരു ത്രില്ലർ മൂവി. സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഫ്ലോസ് ഒക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്കൊരു എബോ ആവറേജ് അനുഭവം ഈ മൂവി തന്നിരുന്നേനെ. അപ്പോൾ അതാണ് എൻ്റെ ഐഡന്റിറ്റിയെ പറ്റിയുള്ള റിവ്യൂ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വേറെ പുതിയ റിലീസുകളുണ്ട്, അതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതൊക്കെ കാണുന്നവരെ എല്ലാവർക്കും